ഇന്ന് രാവിലെ സത്യം പറഞ്ഞാൽ മക്കൾ മദ്രസയിലൊക്കെ പോയ ശേഷം ഉണ്ടല്ലോ, ഞാൻ വിചാരിച്ചത് ഇന്ന് തിങ്കളാഴ്ചയാണ്, സ്കൂളൊക്കെ ഉണ്ടെന്നാണ് കേട്ടോ. പക്ഷെ പിന്നെയാണ് ഇന്ന് ശനിയാഴ്ചയാണ്, നമുക്ക് സ്കൂളില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞത്. അപ്പോൾ പിന്നെ ഞാൻ രാവിലെ തന്നെ ധൃതി കൂട്ടി പണിയൊന്നും ചെയ്യാൻ നിന്നില്ല, പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം മുറ്റത്ത് കുറച്ചൊക്കെ പുല്ല് വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ പുല്ല് പറിക്കലും അലക്കലും ഒക്കെ രാവിലെ തന്നെ കഴിഞ്ഞു. അപ്പോഴത്തേക്കും കേട്ടോ മക്കൾ വന്നിട്ടുണ്ടായിരുന്നത്. മദർസ് വന്നപ്പോൾ ചീരിന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെയൊക്കെ ആൾക്കാർ മരിച്ചു കഴിഞ്ഞാൽ മൂന്നാമത്തെ ദിവസം, മരിച്ചിട്ട് 3 ദിവസം തികയണ അന്ന് മദർസിലെ കുട്ടികൾക്ക് ഇങ്ങനെ ചീരിന് കൊടുക്കും. അതിലിങ്ങനെ ബിസ്ക്കറ്റ്, മിച്ചർ, മുറുക്ക്, അൽവ കഷ്ണം അങ്ങനെ എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളൊരു കവറായിരിക്കും കേട്ടോ. അങ്ങനെ അവരത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കത് മതി പറഞ്ഞിട്ട് അവരത് കഴിച്ചു. പിന്നെ അതിൻ്റെ കൂടെ പഴവും കൂടി വാട്ടിയിട്ട് അതും കൂടി ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഇത്ര വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ അടിച്ചു വാരലും ബാക്കി തുണികൾ വിരിച്ചിട്ടലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിപ്പോൾ ഒരു 12 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ബാക്കി വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്ന് കുമ്പളങ്ങയും മോരും കറി വെക്കാൻ വിചാരിച്ചിട്ട് കുമ്പളങ്ങ വേവിക്കാൻ വേണ്ടി വെച്ച് പിന്നെ നമ്മുടെ തേങ്ങയൊക്കെ അരച്ചൊഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ക്യാബേജ് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധാരണ ഞാൻ ക്യാബേജ് നമ്മുടെ കത്തിയും കൊണ്ട് നോർമലായിട്ട് കട്ട് ചെയ്യാൻ ചെയ്യാറുള്ളത്. ആ കത്തി ഒടിഞ്ഞു പോയി കേട്ടോ. പക്ഷേ ഇപ്പോൾ ഇവിടെയുള്ള കത്തിയും കൊണ്ട് ക്യാബേജ് നുറുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു സംഭവത്തിൽ ഗ്രേറ്റ് ചെയ്തു. സാധാരണ ഞാൻ ഈ സംഭവത്തിൽ ഗ്രേറ്റ് ചെയ്യാറില്ല കേട്ടോ, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമൊന്നുമില്ല. പക്ഷേ അങ്ങോട്ട് ഗ്രേറ്റ് ചെയ്തു. അപ്പോഴേക്കും കുമ്പളങ്ങക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വറവൊക്കെ ഇട്ട് കുട്ടികൾക്ക് ചോറ് വിളമ്പി കൊടുക്കുകയാണ് കേട്ടോ. വിളമ്പി അവിടെ വെച്ചതേ ഓർമ്മയുള്ളൂ, എൻ്റെ കയ്യിൽ നിന്ന് സ്ലിപ്പായിട്ട് പ്ലേറ്റും ചോറും കിടക്കുന്നു താഴത്ത്. ചോറ് പോയിന്ന് മാത്രമല്ല പ്ലേറ്റും പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതോടുകൂടി ബാക്കി വീഡിയോ എടുക്കാനുള്ള മൂഡ് അങ്ങോട്ട് പോയി. അപ്പം ശരി, ഞാൻ പോയി ചോറ് കഴിക്കട്ടെ കേട്ടോ.